മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു പലഹാരം അങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി പോർഷൻ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് ഒരെണ്ണം, അതുപോലെ കറിവേപ്പില ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് എന്താ പറയുക, സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണം. 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബ്രെഡിൻ്റെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ആ ഒരു മുട്ടയുടെ മിക്സ് ഫുള്ള് നമ്മുടെ ബ്രെഡിലേക്ക് കോട്ടാവണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചൊന്ന് ചൂടാക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് ലെവലാക്കി എടുക്കുകയാണ്. ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ അത് ചതുരം ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും മോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മോൾഡിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് മോൾഡൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തെടുക്കണതാണ്. ഇത് നമുക്കൊരു 6 മിനിറ്റോളം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വിട്ടൊന്നും പോവില്ല. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ വിട്ട് പോകത്തില്ല. കുക്കായിട്ടില്ലെങ്കിലാണ് അത് വിട്ട് പോരാ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പാനും കൂടെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പൊട്ടാതെ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അല്ലാതെ തന്നെ പൊട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് നമുക്ക് മറിച്ചിട്ട് ആ ഒരു ഭാഗം കൂടെയും കുക്ക് ചെയ്തെടുക്കാവുന്നത്. മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 4 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.